എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ബ്ലാക്ക് ബുള്ളിന്റെ ഹൈഡൌട്ട് ആണ്. ആസ്ത അവിടെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ അവരവരുടെ കാര്യങ്ങളിൽ വളരെയധികം ബിസിയാണ്. എല്ലാവരും അവിടെ സമാധാനപൂർവ്വം നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരാൾ വരുന്നത്. ഒരു ഹാപ്പി കോട്ടയൊക്കെ ആയിട്ട് ക്യാപ്റ്റൻ യാമി ആയിരുന്നു അത്. ഹേ ഗൈസ്, നമ്മളൊരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോവാ എന്ന് ക്യാപ്റ്റൻ യാമി അവരോട് പറയുന്നു. ഇത് കേട്ട് ആസ്തയ്ക്ക് ഒരുപാടധികം സന്തോഷാവുന്നു. ഫെസ്റ്റിവൽ? ആസ്ത, ചെറുതാക്കി പറഞ്ഞ ശരിക്കും ഇത് വളരെ വലിയൊരു ഫെസ്റ്റിവലാ. പക്ഷെ ആസ്തയ്ക്ക് നോയലിനും എന്ത് ഫെസ്റ്റിവലാ നടക്കുന്നതെന്ന് അറിയാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മാജിക് നൈറ്റ് സ്ക്വാഡിനെ വിസാർഡ് കിങ് സ്റ്റാറുകൾ നൽകാറുണ്ട്. അവരെത്രയൊക്കെ അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്ക്വാഡുകൾക്ക് അങ്ങനെ ഒരു സ്റ്റാർ കൊടുക്കുന്നത്. ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ കിട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ എല്ലാ സ്ക്വാഡുകളും തമ്മിൽ ആകാംക്ഷയിലായിരിക്കും. ഈ വർഷം ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ മേടിച്ച സ്ക്വാഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഫെസ്റ്റിവൽ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഫിൻഡൽ അവരോട് പറയുന്നു. അപ്പോൾ നമ്മളൊരു നമ്പർ 1 ആവാൻ സാധ്യതയുണ്ടല്ലേ? ഓ, എല്ലാ വർഷവും നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നം വെച്ച് നോക്കുമ്പോ അവസാനത്തെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് ക്യാപ്റ്റൻ യാമി ആ വർഷത്തെ ചാർട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആ പട്ടികയിൽ ഏറ്റവും അവസാനം -50 സ്റ്റാറുമായി നിൽക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ബുൾസ് ആണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ കൂടുതൽ ഇത് ആഘോഷിക്കുന്നത് പൊതുജനങ്ങളാണ്. അതിന്റെ പേരാണ് ദ സ്റ്റാർ ഫെസ്റ്റിവൽ. അങ്ങനെ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ ആ ഫെസ്റ്റിവലിന് പോവാൻ തയ്യാറാവുന്നു. അപ്പോഴാണ് ആസ്ത ആ കാര്യം പറയുന്നത്. ഫിൻഡ്രൽ, നമുക്ക് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ ഈ ഫെസ്റ്റിവലിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഫെസ്റ്റിവൽ നടക്കുന്ന റോയൽ ക്യാപിറ്റലിലോട്ട് അവരെല്ലാവരും വരുന്നു. ഹേ ഗായ്സ്, അവർ റാങ്കിങ് അനൗൺസ് ചെയ്യുന്നതിന് ഇനി ഒരുപാട് സമയമുണ്ട്. സോ മാക്സിമം എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കൂ എന്ന് ക്യാപ്റ്റൻ യാമി അവരോട് വിളിച്ചു പറയുന്നു. അങ്ങനെ എല്ലാവരും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പല സ്ഥലത്തോട്ട് പിരിഞ്ഞു പോകുന്ന സമയത്താണ് മറ്റൊരു ഭാഗത്ത് ആ സ്ഥലമെല്ലാം ചുറ്റിക്കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്തയ്ക്ക് സിസ്റ്ററെയും മറ്റു കുട്ടികളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നുന്നു. ഹേയ്, നീ ഇങ്ങനെ മേലോട്ട് നോക്കി നടന്ന വഴി തെറ്റിപ്പോവും. ഞാനും നിന്റെ കൂടെ വരുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് നോയൽ അവന്റെ കൂടെ പോകുന്നു. പെട്ടെന്നാണ് ആരെ വിളിക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. കഹാനോ, കിയാട്ടോ, ശരിക്കും ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് നോയൽ അങ്ങോട്ട് പോകുന്നു. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഇവരെ കൊണ്ടുവരാൻ ഞാൻ ആ ഫിൻഡലിനോട് പറഞ്ഞ്. ശരിയാ, എന്റെ ജൂനിയർമാരെ സഹായിക്കുന്നതിൽ എനിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫിൻഡലും അങ്ങോട്ട് വരുന്നു. ശരി, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട് വരെ, അവരെയൊക്കെ ഒന്ന് പോയി പരിചയപ്പെടട്ടെ. ഹേയ്, പുറത്തുള്ള ഒരു സിറ്റിയിലെ ഫെസ്റ്റിവൽ ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് കിയാട്ടോ അവിടെ മൊത്തം നോക്കുന്നു. അണ്ടർ വാട്ടർ ടെമ്പിൾ നിങ്ങളാണ് പ്രൊട്ടക്ട് ചെയ്തത്. അതിനെനിക്ക് നിങ്ങളോട് ഒരുപാടധികം നന്ദിയുണ്ട്. അപ്പോഴാണ് അവിടെ ഒരാൾ പാട്ട് പാടുന്നത് കഹാനോ ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ട് കിയാട്ടോ അവന്റെ കാലുകളിലോട്ട് നോക്കുന്നു. അപ്പോഴാണ് ആസ്ത ആ കാര്യം ചോദിക്കുന്നത്. ഹേ കിയാട്ടോ, നിന്റെ മുറിഞ്ഞുപോയ കാൽ കൊണ്ടുവരാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ആ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്തിനാ ഇത് ചോദിച്ചേ? അത് ഞാനിപ്പോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ ആസ്ത തന്റെ കയ്യിലുള്ള ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നു. പെട്ടെന്ന് അതിനകത്തുണ്ടായിരുന്ന ഒരു മാജിക് സ്പെൽ പുറത്തോട്ട് വരുന്നു. മുറിഞ്ഞുപോയ കിയാട്ടോയുടെ കാൽ ശരിയാവുന്നു. ഹേയ്, ഇതെങ്ങനെ? ക്യൂൻ ഓഫ് വിച്ചസിന്റെ കയ്യിൽ നിന്നും കിട്ടിയ സീക്രട്ട് മാജിക് സ്പെല്ലാണിത്. ഇത് അവരുടെ റിക്കവറി മാജിക്കാ. സോ നഷ്ടപ്പെട്ട കാലുകൾ തിരിച്ചു കിട്ടിയപ്പോ കിയാട്ടോക്ക് പഴയതിലും നന്നായി ഡാൻസ് കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് കഹാനോ. എന്റെ ശബ്ദം എന്റെ ശബ്ദം തിരിച്ചു വന്നു. എനിക്കിപ്പോ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് അവൾ നോയലിനെ കെട്ടിപ്പിടിക്കുന്നു. നിനക്കിപ്പോഴും ഇനി പാട്ട് പാടാൻ പറ്റുമല്ലോ. തന്റെ കാലുകൾ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കിയാട്ടോ ആസ്തയെയും കെട്ടിപ്പിടിക്കുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം തന്റെ ശബ്ദം തിരിച്ചു കിട്ടിയപ്പോ കഹാനോ അവിടെ പാട്ട് പാടുവാണ്. ഇത് കേട്ട് അവിടെയുള്ള എല്ലാവർക്കും ഒരുപാടധികം ഇഷ്ടപ്പെടുന്നു. കഹാനോ, നിന്റെ ഡ്രീം പോലെ നിനക്ക് വലിയൊരു പോപ്പ് സിംഗർ ആയിട്ട് മാറാം. അപ്പോഴാണ് അങ്ങോട്ട് ഒരാൾ ഓടി വരുന്നത്. ഹേയ് മാഗ്ന, നിന്റെ കയ്യിൽ എന്താ? ഇത് ഫയർ വർക്സ് ഉണ്ടാക്കാനുള്ള ഒരു പീരങ്കിയാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാ ഞാൻ ഇവിടെ ഒരു അത്ഭുതം തന്നെ ഉണ്ടാക്കും. അതിന് നീ വേണം എന്നെ സഹായിക്കാൻ. അത് പറ്റില്ല, എനിക്ക് ഇവരുടെ കൂടെ ഈ ഫെസ്റ്റിവൽ മുഴുവനായിട്ടും കാണണം. ഓ, 2 ബോയ്സ് 2 ഗേൾസ്. എനിക്ക് മനസ്സിലായി, നിങ്ങളിപ്പോ ഒരു ഡബിൾ ഡേറ്റിന് പോവുകയാണല്ലേ? ഡബിൾ ഡേറ്റോ എന്ന് വെച്ചാ എന്താ എന്ന് ചോദിക്കാണ് ആസ്ത. പെട്ടെന്നാണ് നോയൽ തന്റെ മാജിക് ഉപയോഗിച്ച് അവനെ അടിച്ച് താഴെ ഇടുന്നത്. ഡേയ്, അങ്ങനെയൊന്നുമല്ല. നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും അവന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണ്ട. ഇതേ സമയം കിയാട്ടോ അവളുമായിട്ടൊരു ഡേറ്റിങ്ങിന് പോകുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് ചിന്തിക്കുവാണ്. ഹേ ഗായ്സ്, അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്കിതൊരു ഡബിൾ ഡേറ്റ് ആക്കി മാറ്റാം. ഇത് കേട്ട് ആസ്തയും നോയലും ഞെട്ടുന്നു. എന്താ ഇവിടെ നടക്കാൻ പോകുന്നേ എന്ന് ചിന്തിക്കുകയാണ് ആസ്ത. അങ്ങനെ അവർ ഡബിൾ ഡേറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോഴാണ് നോയൽ ആ കാര്യം ചിന്തിക്കുന്നത്. ഇവൾക്ക് ഇതിൽ ഇത്രയധികം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആസ്തയെ അവൾക്ക് ഇഷ്ടമാണെന്നാണോ? ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്നെ ഇവളെ ഇങ്ങനെ ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് കഹാനോ ഇത് ചെയ്തതെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് ചിന്തിക്കുകയാണ് കിയാട്ടോ. എന്നാൽ ഡബിൾ ഡേറ്റ് എന്താണെന്ന് അറിയാതെ ആകാംക്ഷയിൽ നിൽക്കുവാണ് ആസ്ത.
പെട്ടെന്ന് തന്നെ കഹാനോ ആസ്തയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ഇത് കണ്ട് നോയലിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഏയ് നോയൽ, നീ ഇപ്പൊ ഒന്നും ചെയ്തില്ലെങ്കിൽ ആസ്തയ്ക്കൊപ്പം ഈ ഫെസ്റ്റിവൽ ഞാൻ എൻജോയ് ചെയ്യും. നീ ഇതിൽ ഫൈറ്റ് ചെയ്ത് വിജയിച്ചില്ലെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കില്ല. അങ്ങനെ ആസ്തയും കഹാനോയും അവിടെ എൻജോയ് ചെയ്യുന്നത് കണ്ട് നോയലിന് സഹിക്കുന്നില്ല. ഇതേ സമയം മറ്റൊരു മണ്ടൻ നോയലിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നോയലാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവർ രണ്ടുപേരും അവിടെ ഓരോ മത്സരത്തിലേക്ക് വിജയിച്ച് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടുന്നു. ഇവർ രണ്ടുപേരും നല്ല മാച്ച് ആണെന്ന് തോന്നുന്നു. അല്ല, ഇതൊക്കെ എന്തിനാ ഞാൻ ശ്രദ്ധിക്കുന്നേ? ശരി, ഇനി എനിക്ക് ഇതിൽ കുറച്ച് ചേഞ്ച് വരുത്തേണ്ടി വരും. അതിന് പറ്റിയൊരു സ്ഥലം എനിക്ക് അറിയാം എന്ന് പറഞ്ഞ കഹാനോ അവരെ അവിടെയുള്ള ഒരു പ്രേതാലയത്തിലോട്ട് കൊണ്ടുപോകുന്നു. ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കപ്പിൾസിനെ ഭയപ്പെടുത്താനും കൂടുതൽ ക്ലോസ് ആക്കാനും സഹായിക്കും. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്ന മറ്റൊരു ഭാഗത്ത് കഹാനോട് പുറകിൽ പേടിച്ചു വിറച്ച് ഒളിച്ചിരിക്കുകയാണ് കിയാട്ടോ. പുറത്തു വരൂ പ്രേതങ്ങളെ, ഇപ്പോ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സ്നേഹത്തിന്റെ ഏഞ്ചൽസ് എന്നാണ്. അപ്പോഴാണ് ഗ്രീൻ പ്രൈം മാന്റിസസ് മെമ്പർ ആയിട്ടുള്ള സാസയെ നമ്മൾ കാണുന്നത്. ആ പ്രേതാലയത്തിലോട്ട് വരുന്ന ഗേൾസിനെ തന്റെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ച് ഭയപ്പെടുത്തി പെട്ടെന്ന് അങ്ങോട്ടൊരു രക്ഷകനായി വന്ന് ആ ഗേളിനെ ഇംപ്രസ് ചെയ്യാനുള്ള പ്ലാൻ ആണ് പുള്ളിക്കാരന്. ഒരാളെ ഗോസ്റ്റിന്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷിച്ചാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ എന്നെ ഒരു ക്യാപ്റ്റൻ ആയിട്ട് കാണും. അങ്ങനെ ഞാൻ രക്ഷിച്ച ആ പെൺകുട്ടി എന്നേക്കുമായി എന്റേത് മാത്രമായി മാറും. ഇനി പറഞ്ഞ് സമയം കളയണ്ട, ഇത് ഷോർട്ട് ടൈമാ. ഇതേ സമയമാണ് ആസ്തയും നോയലും അതുവഴി നടന്നു പോകുന്നത്. ഒരു പിക്ചറിനകത്ത് നിന്നും പുറത്തോട്ട് വന്ന അവർ അവരെ ഭയപ്പെടുത്താൻ നോക്കുന്നു. അവർ പേടിച്ച് നിലവിളിക്കുന്ന ശബ്ദം കേട്ട് യെസ്, ഇപ്പൊ അങ്ങോട്ട് പോവേണ്ട, രണ്ടുപേരും പേടിച്ച് ഇപ്പൊ കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരിക്കും എന്ന് കഹാന ചിന്തിക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരാൾ പറഞ്ഞു വരുന്നത്. ഡേയ്, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ, റോയൽ ക്യാപിറ്റലിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വന്നതാണോ എന്ന് പറഞ്ഞ് തന്റെ സോഡ് ഉപയോഗിച്ച് അവരെ കൊല്ലാൻ പോവാണ് ആസ്ത. സോ പണ്ട് റോയൽ ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്യാൻ വന്ന സോംബീസ് ആണെന്ന് വിചാരിച്ച് ആസ്ത അവരെ അടിച്ച് പപ്പടാക്കുന്നു. ഓ, അപ്പൊ അവർ ശരിക്കും മനുഷ്യരായിരുന്നല്ലേ? അതെ, നീ കാരണമാണ് ഇപ്പൊ നമ്മളെ അവിടെ നിന്നും പുറത്താക്കിയത്. അത് പിന്നെ എനിക്ക് പെട്ടെന്ന് അവരെ അങ്ങനെയാ തോന്നിയത്. നോയൽ ആസ്തയുമായിട്ട് അടുക്കണമെങ്കിൽ ഇനി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എന്നാ ആസ്ത നോയലിനെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നത്? ശരി, അവനോട് തന്നെ ചോദിക്കാം. ഹേ ആസ്ത, നോയൽ ശരിക്കും നിന്നെ എങ്ങനെയായിരിക്കും കാണുന്നത്? അവളെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? അഭിപ്രായോ എന്ന് പറഞ്ഞ ആസ്ത ചിന്തിക്കുന്ന സമയത്താണ് മമ്മി എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ അവൻ കാണുന്നത്. അവൾ അവിടെ കരയുന്നത് കണ്ട് ചുറ്റിലുള്ള ആളുകളെല്ലാം അവളെ ശ്രദ്ധിക്കുന്നു. ഹേയ്, ഇവളുടെ പാരന്റ്സ് എവിടെ പോയി? അവൾ ശരിക്കും ഒരു കോമണറാ. അവളുടെ ആ മുഷിഞ്ഞ വസ്ത്രമെല്ലാം കണ്ടില്ലേ? ഒരു പക്ഷെ ഇവളുടെ പാരന്റ്സ് ഇങ്ങോട്ട് ജോലി തേടി വന്ന കർഷകരായിരിക്കും. ഇവൾ എന്തൊരു ബഹളവാ. കർഷകർക്ക് ശരിക്കും ശരിയായി മക്കളെ വളർത്താൻ പോലും പറ്റുന്നില്ല. ഇത്രയും വലിയൊരു സ്റ്റാർ ഫെസ്റ്റിവൽ നശിപ്പിക്കാൻ ഇവരെ പോലെയുള്ള കർഷകർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നല്ല അവളെ നോക്കി അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള മാജിക് പവർ ഉള്ളവർക്ക് മാത്രമേ നമ്മളെക്കാൾ മുകളിലുള്ള സ്ഥലത്ത് താമസിക്കാൻ സാധിക്കൂ. വലിയ മാജിക് പവർ ഒന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് എത്തിച്ചേരാൻ സാധിക്കില്ല. പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയല്ലേ, അത് അവർ ഓർക്കുന്നില്ല എന്ന് പണ്ട് സിസ്റ്റർ ലില്ലി പറഞ്ഞ കാര്യം ആസ്ത ആലോചിക്കുന്നു. പെട്ടെന്നാണ് നോയൽ അങ്ങോട്ട് വരുന്നത്. ഹേയ്, എന്തുപറ്റി? നീ എന്തിനാ കരയുന്നേ? നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. പെട്ടെന്ന് കഹാനോയുടെ കയ്യിലുണ്ടായിരുന്ന ബോൾസ് ഉപയോഗിച്ച് ആസ്ത അവളുടെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട ആ കുട്ടി അവനെ തന്നെ നോക്കുവാണ്. യെസ്, ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് കഹാനോ പാട്ട് പാടാൻ ആരംഭിക്കുന്നു. ആസ്ത ഒരു സൂപ്പർമാൻ ആണെന്ന് പറഞ്ഞ് കഹാനോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിയാട്ട് അവിടെ ഡാൻസ് കളിക്കാനും തുടങ്ങുന്നു. അവരുടെ ആ പെർഫോമൻസ് കണ്ട് ആളുകളെല്ലാം അവരെ തന്നെ നോക്കി നിൽക്കുവാണ്. കരഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടി വരെ കരച്ചിൽ നിർത്തി ആകാംക്ഷയോടെ അത് നോക്കുന്നു. ഹേയ്, ഇനി പറ, നിന്റെ പേരെന്താ? എന്റെ പേര് ഹേമ. ഹേയ് കഹാനോ, നിന്റെ മാജിക് ഉപയോഗിച്ച് ഇവളുടെ പേര് പറഞ്ഞ് ഇവളുടെ അമ്മയെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ കഹാനോ അവളുടെ പേര് അവിടെ വിളിച്ചു പറയുന്നു. സോ വളരെ പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയെ അവർ കണ്ടുപിടിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്ന് അവളുടെ അമ്മ പറയുന്ന സമയത്താണ് നോയൽ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ റോയൽ സിൽവയുടെ സിംബൽ അവർ കാണുന്നത്. നിങ്ങൾ റോയൽ സിൽവയുടെ മെമ്പർ അല്ലേ? എന്നോട് ക്ഷമിക്കൂ, എന്റെ മകൾ നിങ്ങൾ ഒരു തരത്തിലും ദ്രോഹിച്ചില്ലല്ലോ അല്ലേ? എന്ത്, അവൾ റോയൽറ്റി ആണോ? ആയിരിക്കും. അവളുടെ ഹെയർ കണ്ടില്ലേ? അവരുടെ മുമ്പിൽ ഒരു സാധാരണ കർഷകന് തലകുനിച്ച് നിൽക്കാൻ പോലും അർഹതയില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാനൊരു റോയൽറ്റിയാ. ഈ രാജ്യത്തിലെ ഏറ്റവും മികച്ച മാജിക് പവർ ഞങ്ങളുടേതാണെന്നാണ് പറയുന്നത്. എന്നാൽ അതുകൊണ്ടാണ് എല്ലാവരെയും സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മികച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അഹങ്കാരിയാവുന്നുണ്ടെന്ന്. വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കൂ. നിനക്കും ഈ ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാനുള്ള അർഹതയുണ്ട് ഏമ. അതിനി കോമണർ ആയാലും റോയൽറ്റി ആയാലും എല്ലാം ഒരുപോലെ തന്നെ എന്ന് വിളിച്ചു പറയുകയാണ് നോയൽ. ഇത് കണ്ട് അവിടുത്തെ സാധാരണക്കാരെല്ലാം അവൾക്ക് വേണ്ടി കൈയടിക്കുന്നു.
ഹേ ആസ്ത, നോയലിനെ പറ്റി നിനക്കെന്ത് തോന്നുന്നു എന്ന് കഹാന ചോദിച്ചത് അവൻ ആലോചിക്കുന്നു. എനിക്കത് പറയാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഹേയ് നോയൽ, നീ ശരിക്കും വേറെ ലെവലാ. ഐ ലൈക്ക് യു. ഇത് കേട്ട് നോയലിന് എന്തൊക്കെയോ പോലെ തോന്നുവാണ്. കമോൺ നോയൽ, അവസാനം അവൻ നിന്നോട് അത് പറഞ്ഞിരിക്കുന്നു. നിനക്കെന്താ തോന്നുന്നതെന്ന് നീ അവനോട് പറയേണ്ട സമയമായിരിക്കുന്നു. ഡേയ്, അതിപ്പോ എവിടെ നിന്ന് വന്നു? നിന്റെ ബുദ്ധിയെല്ലാം പോയോ എന്ന് ചോദിച്ച് നോയൽ അവനെ ആകാശത്തോട്ട് പറഞ്ഞു വിടുന്നു. തെറിച്ചുപോയ ആസ്തയെ നോക്കി നിൽക്കുവാണ് മറ്റുള്ളവർ. അവൻ വളരെയധികം ഓപ്പൺ ആണ്. അവൾക്കാണെങ്കിൽ അവളോട് തന്നെ സത്യസന്ധത പുലർത്താൻ സാധിക്കില്ല. പെട്ടെന്ന് മുകളിലോട്ട് പോയ ആസ്ത അതുപോലെ തിരിച്ച് താഴോട്ട് വരുന്നു. ഏയ്, എന്താ ഇവിടെ നടക്കതേ എന്ന് പറഞ്ഞ ആസ്ത നോക്കുന്ന സമയത്താണ് ക്യാപ്റ്റൻ യാമിനെയും ക്യാപ്റ്റൻ ജാക്കിനെയും അവൻ കാണുന്നത്. നീയുമായിട്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു.